വേനൽക്കാലത്ത് നാം ധാരാളമായി ഉപയോഗിക്കുന്ന ഒരു പഴമാണ് തണ്ണിമത്തൻ അല്ലെങ്കിൽ വാട്ടർ മെലോൺ. ഈ തണ്ണിമത്തന് വളരെയധികം സവിശേഷതകളുണ്ട്. അതിനെപ്പറ്റി പലർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ആ സബ്ജക്റ്റാണ് ഇന്ന് നമ്മളിവിടെ ചർച്ചയ്ക്കായിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ സവിശേഷതകൾ എന്ന് പറയുമ്പോൾ 4-5 സവിശേഷതകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിനകത്തെ വാട്ടർ കണ്ടന്റ് ആണ്. അതായത് ഇതിനകത്തെ ജലാംശം മറ്റു പഴങ്ങളിലുള്ളതിനേക്കാൾ വളരെ കൂടുതലാണ്. ഇതിനകത്തെ ഏതാണ്ട് 92% വെള്ളമാണ് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്തെ ഏറ്റവും നല്ല ഒരു ദാഹശമനിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പഴമാണ് ഈ വാട്ടർ മെലോൺ. ഇതിൻ്റെ വാട്ടർ കണ്ടന്റ് ഇത്രയും കൂടുതലുള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്ത് നിർജ്ജലീകരണം അല്ലെ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതെ സംരക്ഷിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിർജ്ജലീകരണം ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ ത്വക്കിനൊക്കെ ചുളിവുകൾ ഉണ്ടാവും. നമ്മുടെ ശരീരത്തിലെ പല മെറ്റബോളിസത്തിനും അത് തകരാറുണ്ടാക്കും. അപ്പോൾ ഈ നിർജ്ജലീകരണം തടയാൻ വേണ്ടി തണ്ണിമത്തൻ ധാരാളമായിട്ട് നമുക്ക് വേനൽക്കാലത്ത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷൻ അല്ലെ വൃക്കകളുടെ പ്രവർത്തനം നന്നായി നടക്കുവാനും ഇതിനകത്തെ വാട്ടർ കണ്ടന്റ് വളരെയധികം സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ത്വക്കിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും ഒക്കെ ഇതിനകത്തെ വാട്ടർ കണ്ടന്റ് വളരെ ഫലപ്രദമാണ്. രണ്ടാമതായിട്ട് ഈ വാട്ടർ മെലോണിനെ നാച്ചുറൽ വയാഗ്ര എന്നാണ് പോഷക വിദഗ്ധർ വിളിക്കുന്നത്. കാരണം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ചില പോഷകങ്ങൾ, പ്രത്യേകിച്ച് സിട്രുലിൻ എന്ന അമിനോ ആസിഡ് പുരുഷന്മാരിൽ ഉണ്ടാകുന്ന എറക്ടൈൽ ഡിസ്ഫങ്ഷൻ അല്ലെ ഉദ്ധാരണക്കുറവ്, അതുപോലെ തന്നെ സ്ത്രീകളിലും പുരുഷന്മാരിലും ലൈംഗിക താല്പര്യം അല്ലെ ലിബിഡോ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണത്. കൂടാതെ ലൈംഗിക ആരോഗ്യം രണ്ടുപേരിലും മെച്ചപ്പെടുത്തുവാനും ഈ വാട്ടർ മെലോൺ വളരെയധികം സഹായിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു സവിശേഷത ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന പോഷകങ്ങളാണ്. പല പോഷകങ്ങളാലും സമ്പുഷ്ടമാണ് ഈ വാട്ടർ മെലോൺ. ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻസ് ആണ്. ഇതിനകത്ത് വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ B6 ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ പൊട്ടാസ്യം ഉണ്ട്, മഗ്നീഷ്യം ധാരാളമുണ്ട്. അത് രണ്ടും നമ്മളുടെ എല്ലുകളുടെയും മസിലുകളുടെയും ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ധാതുക്കളാണ്. ഇതിനകത്ത് ഫൈറ്റോ കെമിക്കൽസ് ഉണ്ട്. അതായത് ലൈക്കോപ്പിൻ എന്ന ഫൈറ്റോ കെമിക്കൽ ഇതിനകത്ത് ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കാലറി പൊതുവേ പറയുവാണെങ്കിൽ കുറവാണ്. അതുപോലെ തന്നെ കൊഴുപ്പിന്റെ അംശവും കുറവാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത ഇതിനെ സംബന്ധിച്ച ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്നാണ്. ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭക്ഷണ പദാർത്ഥത്തിൽ ഉള്ള കാർബോഹൈഡ്രേറ്റ് അല്ലെ അന്നജം എത്ര വേഗത്തിലാണ് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയായിട്ട് മാറുന്നത് എന്ന് കാണിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ്. അതാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ്. അപ്പോൾ ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് 55-ൽ താഴെയാണെങ്കിലാണ് അതിന് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവ് എന്ന് പറയുന്നത്. ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളാണ് പ്രമേഹ രോഗികളും അല്ലാത്തവരും സാധാരണയായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് 74 മുതൽ 80 വരെയാണ്. അതായത് ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ്. 70-ൽ കൂടുതലാണെങ്കിലാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതൽ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലാണ് എന്നുള്ളത് ഇതിൻ്റെ ഒരു നെഗറ്റീവ് പോയിന്റ് ആണ്. പക്ഷേ അതേ സമയത്ത് തന്നെ ഇതിൻ്റെ ഗ്ലൈസിമിക് ലോഡ് വളരെ കുറവാണ്. ഗ്ലൈസിമിക് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭക്ഷണ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റിന്റെ അളവിനെ കാണിക്കുന്നതാണ്. അതായത് ഇതിന് മധുരം കൂടുതലുണ്ട്, ഇതിന്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലാണ്, ഇതിനകത്തെ കാർബോഹൈഡ്രേറ്റ് പെട്ടെന്ന് ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറവാണ്. അതായത് ഗ്ലൈസിമിക് ലോഡ് കുറവാണ്. ഇതിന്റെ ഗ്ലൈസിമിക് ലോഡ് 8 മാത്രമേ ഉള്ളൂ. 10-ൽ കുറവാണെങ്കിലാണ് ഗ്ലൈസിമിക് ലോഡ് കുറവുള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലാണെങ്കിലും ഗ്ലൈസിമിക് ലോഡ് കുറവായതുകൊണ്ട് ഇത് പ്രമേഹ രോഗികൾക്കൊക്കെ കഴിക്കാവുന്ന ഒരു പഴവർഗ്ഗമാണ്. ഇനിയും നമുക്ക് ഈ വാട്ടർ മെലോൺ ആർക്കൊക്കെയാണ് കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് എന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമുക്ക് ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇതിനകത്ത് രക്ത ഓട്ടം കൂട്ടുന്ന സിട്രുലിൻ കൂടുതലുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു. ഈ സിട്രുലിൻ എന്ന അമിനോ ആസിഡ് നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ഒരു പദാർത്ഥമാണ്. അപ്പോൾ നൈട്രിക് ഓക്സൈഡ് നമ്മുടെ രക്തക്കുഴലിൽ കൂടുതലുണ്ടാവും. അപ്പോൾ നമ്മുടെ രക്തക്കുഴലുകൾ വികസിക്കും. അപ്പോൾ രക്ത ഓട്ടം സുഗമമായിട്ട് നടക്കും. അപ്പോൾ കൊറോണറി ധമനികളിലെ രക്ത ഓട്ടവും സുഗമമായിട്ട് നടക്കും. അപ്പോൾ അത് ഹൃദയ ആരോഗ്യം മെച്ചപ്പെടും. ഹാർട്ട് അറ്റാക്കിൽ നിന്നും രക്ഷ നൽകാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഈ പ്രമേഹ രോഗികൾക്ക് വാട്ടർ മെലോൺ ഉപയോഗിക്കാം എന്ന് ഞാൻ പറഞ്ഞു. മിതമായ അളവിൽ വാട്ടർ മെലോൺ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. കാരണം ഇതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലാണെങ്കിലും ഗ്ലൈസിമിക് ലോഡ് കുറവാണ്
ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറവാണ് എന്നതാണ് പ്രമേഹ രോഗികൾക്ക് നൽകുന്ന ഒരു പ്രത്യാശ. അപ്പോൾ ഇത് പ്രമേഹ രോഗികൾക്ക് മിതമായ അളവിൽ കഴിക്കാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളിത് പ്രമേഹ രോഗികൾ ഇത് കഴിക്കുമ്പോൾ ഇത് ജ്യൂസായിട്ട് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ജ്യൂസ് ആകുമ്പോൾ അതിൻ്റെ ഗ്ലൈസെമിക് ലോഡ് കൂടും, ഗ്ലൈസെമിക് ഇൻഡെക്സും കൂടും. അപ്പോൾ ഇത് ജ്യൂസായിട്ട് ഉപയോഗിക്കാതിരിക്കുക. പിന്നെ മറ്റൊന്ന്, ഈ പ്രമേഹ രോഗികൾ ഈ വാട്ടർമെലോൺ കഴിക്കുമ്പോൾ അവർ ഇതിനോടൊപ്പം തന്നെ മറ്റു ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതും വളരെ നന്നായിരിക്കും. ഉദാഹരണമായിട്ട് ഒരു 10-15 ബദാം പരിപ്പ് ഇതോടൊപ്പം കഴിക്കുക, അല്ലെ എന്തെങ്കിലും സീഡ് വർഗ്ഗങ്ങൾ കഴിക്കുക. അപ്പോൾ അതിനകത്ത് പ്രോട്ടീൻ ഉണ്ട്, അതിനകത്ത് നാരുകളുണ്ട്. അപ്പോൾ ഈ വാട്ടർമെലോണിന്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് അല്പം കൂടുതലാണെങ്കിലും മറ്റേതിൻ്റെ പോഷകങ്ങളുടെ ഗുണങ്ങൾ കൊണ്ട് ആ ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടുതലിനുള്ളതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ഒരു പരിധി വരെ സഹായിക്കും. പിന്നെ നമുക്ക് ഈ അമിതവണ്ണമുള്ളവർക്ക് ഇത് വളരെ നല്ലൊരു പഴവർഗ്ഗമാണ്. കാരണം ഇതിനകത്തെ വാട്ടർ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് കൂടുതൽ ജലാംശം നമ്മുടെ വയറ്റിൽ ചെല്ലുന്നു. കൂടുതൽ ജലാംശം നമുക്ക് വയറ്റിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് വയറ് നിറഞ്ഞതായിട്ട് തോന്നും. അപ്പോൾ അമിത ആഹാരം ഒഴിവാക്കാൻ വളരെയധികം സഹായിക്കും. അപ്പോൾ നമുക്ക് അമിതവണ്ണമുള്ളവർക്ക് അവരുടെ വണ്ണം കുറയ്ക്കുവാനും അല്ലെ തൂക്കം ശരിയായി നിലനിർത്തുവാനും ഈ വാട്ടർ മെലോൺ വളരെയധികം സഹായിക്കും. പിന്നെ മറ്റൊന്ന്, ഇത് നമ്മുടെ ത്വക്കിന്റെ ആരോഗ്യത്തിന് വളരെ പ്രയോജനം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിനകത്തെ വാട്ടർ കണ്ടന്റ് വളരെ കൂടുതലാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. നമ്മുടെ ത്വക്കിനൊക്കെ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാം, പ്രത്യേകിച്ച് വേനൽക്കാലത്തൊക്കെ. അപ്പൊ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നതുകൊണ്ടാണ് പലർക്കും മുഖത്ത് ഒക്കെ ത്വക്കിലൊക്കെ ചുളിവുണ്ടാകുന്നത്, ഡ്രൈ ആകുന്നത് ഒക്കെ ഇതുകൊണ്ടാണ്. അപ്പൊ ത്വക്കിന്റെ ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ അതും ഇതുപോലെ വെള്ളം ധാരാളമായിട്ടുള്ള പഴവർഗ്ഗങ്ങൾ കഴിക്കണം. അപ്പോൾ അത് വാട്ടർ മെലോൺ അതിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പഴവർഗ്ഗമാണ്. അപ്പോൾ വാട്ടർ മെലോൺ ധാരാളമായിട്ട് കഴിക്കുന്നത് നമ്മുടെ ത്വക്കിന്റെ മിനുക്കവും അല്ലെ ത്വക്കിന്റെ ചുളിവുകളൊക്കെ മാറ്റി ത്വക്കിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒരു പഴമാണ്. പിന്നെ ഡീഹൈഡ്രേഷൻ കറക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് മൂത്രത്തിൽ അണുബാധയുള്ളവർക്ക് അല്ലെങ്കിൽ നീരുള്ളവർക്കൊക്കെ ഇത് പ്രയോജനം ചെയ്യും എന്നാണ് പറയുന്നത്. പിന്നെ ഇതിനൊരു ഡയൂററ്റിക് എഫക്റ്റ് ഉണ്ട്, അതായത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മൂത്രം നമുക്ക് പോകും. അതുകൊണ്ടാണ് മൂത്രത്തിൽ പഴുപ്പുള്ളവർക്കും നീരുള്ളവർക്കും ഇതുകൊണ്ട് ഒരു ആശ്വാസം ലഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പലവിധ പ്രയോജനങ്ങളാണ് വാട്ടർമെലോൺ എന്ന പഴവർഗ്ഗം നമുക്ക് സമ്പാദിക്കുന്നത്. ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം പ്രയോജനം ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.